ഹായ് ഫ്രണ്ട്സ്, ഈ ഫ്രീലാൻസ് എക്കോണമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സൈറ്റാണ് ടു ക്യാപ്ച. അതായത് ക്യാപ്ച സോൾവിംഗ് വർക്കാണ്. വളരെ ഈസി ആയിട്ട്, അതായത് ക്യാപ്ച റീടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, വർക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് സൈറ്റിലേക്ക് പോവാം. ടു ക്യാപ്ച എന്നാണ് സൈറ്റിൻ്റെ പേര്. ഇവിടെ ടു ക്യാപ്ച ജസ്റ്റ് നോക്കുക. ഇതിൽ സൈറ്റ് ഞാൻ എല്ലാ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. സൈറ്റ് tucapcha.com തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് സൈറ്റ്. ഒരുപാട് സൈറ്റിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ഈ ഒരു സൈറ്റിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഗൂഗിളിൽ ഞാൻ ടു ക്യാപ്ച സെർച്ച് ചെയ്തപ്പോൾ അതിൽ ആദ്യം വരുന്ന തന്നെയാണ് ഈ സൈറ്റ് തന്നെയാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ ടു ക്യാപ്ച എന്ന് പറയുന്ന സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ക്യാപ്ചയുടെ ഡെമോ വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്ച എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ക്യാപ്ച സോൾവിംഗ് മാത്രം വർക്കാണ്. ഇതിൽ ടാസ്കോ അല്ലെങ്കിൽ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഉള്ള ഇത് ക്യാപ്ച വർക്ക് മാത്രമാണ് ഇതിൽ വരുന്നത്. ക്യാപ്ച സോൾവിംഗ് ആണ്. ഇതിൻ്റെ അത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നവരാണ്. ക്യാപ്ച bypassing service, real time statistics. നോക്കാം. അവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം ആണ്. സ്റ്റാർട്ട് ഉണ്ട്, ദെൻ മോർ ഉണ്ട്. ഇത് നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് രജിസ്റ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ എടുക്കുകയാണ്. ഓക്കെ, എൻ്റെ മെയിൽ അഡ്രസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. എൻ്റെ മെയിൽ അഡ്രസ് ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. പാസ്വേഡ് കൊടുക്കുകയാണ്. എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുത്തു. രജിസ്റ്റർ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് എൻ്റെ അക്കൗണ്ട് ആൾറെഡി ഇവിടെ ആയിട്ടുണ്ട്. മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യണം എൻ്റെ മെയിൽ. മെയിലൊന്നും വന്നിട്ടില്ല. ഇതിലിപ്പം ഐ ആം എ കസ്റ്റമർ ഉണ്ട്, ഐ ആം എ വർക്കർ ഉണ്ട്, ഐ ആം എ ഡെവലപ്പർ ഓഫർ ഉണ്ട്. ഐ ആം എ വർക്കർ കൊടുത്തു. $1000 ക്യാപ്ചയ്ക്ക് $1 വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ചെയ്യാനായിട്ട് പറ്റിയ ഒരു സൈറ്റാണിത്. ഓക്കെ, ഇത് എൻ്റെ റെഫറൽ ലിങ്ക് ആണ്. ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫർ ലിങ്ക് ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെന്നില്ല. സ്റ്റാർട്ട് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്യാം. പക്ഷേ ഇതിൽ എന്തെങ്കിലും മെയിൽ വരണം. അതെനിക്ക് ഇവിടെ ആൾറെഡി മെയിൽ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് യുവർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് 2 ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ആവണമെങ്കിൽ ഈ ലിങ്കിൽ കയറുക. ഞാൻ ന്യൂ വിൻഡോയിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും, ഇമെയിൽ ഹാസ് ബീൻ കൺഫേംഡ്, ഇമെയിൽ ഹാസ് ബീൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ, അയാൾ വർക്കർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടും എല്ലാ കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വർക്ക് കൊടുത്ത് നോക്കാം. ഇതേപോലെയുള്ള കോഡിനെ നമ്മൾ റീടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഇതിലിപ്പോൾ ഒരു നമ്പർ വന്നിട്ടുണ്ട്, 281737 കോഡ്. എൻ്റർ ചെയ്യുക. 1 ആയിട്ടുണ്ട്. ഇവിടെ 42 എണ്ണമാണ്. വളരെ ഈസിയാണ്. 78805. ആൻസർ ഈസ് ഇൻകറക്റ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. 2927A8 O ആണ്. ഞാനിവിടെ കൊടുത്ത 0 ആണ്. അതാണ്. ഓക്കെ, ഇവിടെ 42 വർക്കാണ് വന്നിട്ടുള്ളത്. 1 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ട്രെയിനിങ് മോഡാണ്. ഇത് ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വർക്ക് മാത്രമാണിത്. ഓക്കെ, 39 to JA805 നോക്കാം. കൊടുത്തു നോക്കാം. എന്നിട്ടില്ല. ഒരുപാട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 24 hours ആവാത്തത് കൊണ്ട്, ഞാൻ ഈ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് വാണിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെയുള്ള ക്യാപ്ച റീസോൾവിങ് മാത്രമാണ് വർക്ക് എടുത്ത് നോക്കാം. സ്റ്റാർട്ട് വർക്ക്. ഓൺലി നോർമൽ കൊടുത്തു നോക്കാം. ഓക്കെ, ഓക്കെ, മിസ്റ്റേക്ക് ഒന്നും എൻ്റെ ഇവിടെ വന്നിട്ടില്ല. ഡാഷ്ബോർഡ്. പേ ഔട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. നോക്കാം. വെബ് മണി. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വെബ് മണി ഉണ്ട്, പെർഫെക്റ്റ് മണി ഉണ്ട്. ഓക്കെ, ബിറ്റ് കോയിൻ ഉണ്ട്.
ബിറ്റ്കോയിൻ ഉണ്ട്, പെയർ ഉണ്ട്. ഇതിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് പെർഫെക്റ്റ് മണി, പിന്നെ ഒന്ന് പെയർ ആണ്. ഇത് രണ്ടും കൊടുത്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പെയർ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഡ്രോവൽ ടു യുവർ പെയർ വാലറ്റ് മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 0.05 ആണ് നിങ്ങളുടെ ക്യാഷ് വിഡ്രോവൽ വരുന്നത്. ഫീസ് ഒന്നുമില്ല, അതായത് കമ്മീഷൻ ഒന്നുമില്ല. വെബ് മണി ആണെങ്കിൽ നമുക്ക് നോക്കാം. 0.50 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. വിഡ്രോയിൽ കൊടുത്തു കഴിഞ്ഞാൽ 7 വർക്കിംഗ് ഡേയ്സിനകത്തായിരിക്കും നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത്. പെർഫെക്റ്റ് മണി ആണെങ്കിൽ $1 സംതിങ് വേണം. 1.3 ആണ് പെർഫെക്റ്റ് മണിയിൽ ചെയ്യേണ്ടത്. ബിറ്റ്കോയിൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെയർ എടുക്കുന്നതായിരിക്കും നല്ലത്. 0.05 ഇത് തന്നെ ചെയ്യാൻ നോക്കുക എല്ലാവരും. അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന പേര് തന്നെ പേപ്പാൽ അല്ലെങ്കിൽ പേര് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ അക്കൗണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വെരിഫൈ ചെയ്യാനുള്ള ടൈം കൂടും. നിങ്ങൾക്ക് ക്യാഷ് 7 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് താമസിക്കാൻ, അതായത് ഡിലേ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. നിങ്ങളുടെ അതേ പേരിലായിരിക്കണം ബാങ്ക് അക്കൗണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരുടെയെങ്കിലും പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണം, വീട്ടിൽ ബ്രദറിനോ സിസ്റ്ററിനോ ആർക്കെങ്കിലും പാൻ കാർഡോ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും അതുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പേ ഔട്ട് നമ്മൾ ആൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. സ്റ്റാർട്ട് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെന്തെങ്കിലും പേ ഔട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൻ്റെ അവിടെ ഒന്ന് വരും. നമ്മൾ എത്രയാണ് വിഡ്രോ ചെയ്തതെന്ന് ഇവിടെ കാണിക്കും. പേയ്മെൻറ്റ് മെത്തേഡ്, അതായത് പെർഫെക്റ്റ് മണിയാണോ പേപ്പാലാണോ എന്ന് നോക്കാം. ഡേറ്റ് ഓഫ് എൻക്വയറി അത് നോക്കാം. എന്നാണിത് പേ ഔട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്. നമ്മൾ വിഡ്രോ കൊടുക്കുന്നതിൻ്റെ അന്നത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. പേ ഔട്ട് ചെയ്യുന്ന ഡേറ്റ് ഇവിടെയും വരും. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഹൗ ടു ഡു റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ആണ്. എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്. എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, എങ്ങനെ ചേഞ്ചുകൾ വരുത്താം, അക്കൗണ്ട് ആൻഡ് പാസ്വേഡ്, ജനറൽ ആയിട്ടുള്ള റൂൾസ് കുറച്ച് പറയുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം, കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിലുള്ള ഒരുപാട് ഓപ്ഷനുണ്ട്. പ്രൈവസി കോണ്ടസ്റ്റ്, നോക്കുക. IP അഡ്രസ് ആണ്. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് അറ്റ് എ ടൈം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യും. IP അഡ്രസ്സ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പിന്നെ ആ ഡിവൈസ് വഴി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാനോ വർക്ക് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ശ്രമിക്കുക. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ടേംസ് ആൻഡ് സർവീസ് ഉണ്ട്, പേയ്മെന്റ് പോളിസി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പേയ്മെന്റ് പോളിസി എങ്ങനെയാണെന്ന് നോക്കാം. പേജ് ലോഡ് ആവുകയാണ്. ഇപ്പം എല്ലാവർക്കും ATM കാർഡ് ഉണ്ടാവും. മാസ്റ്റർ കാർഡ് ആയിരിക്കാം, ചിലപ്പോൾ ഡെബിറ്റ് കാർഡ് ആയിരിക്കും, ചിലപ്പോൾ വിസ കാർഡ് ആയിരിക്കാം, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം, ചിലപ്പോൾ മാസ്റ്റർ ആയിരിക്കാം. അങ്ങനെ ഒരുപാടുള്ള ഒരു റീഫണ്ടിന്റെ കുറച്ച് ഓപ്ഷൻസ് ആണ്. റീഫണ്ട് മീൻസ് വർക്ക് ചെയ്യുന്നതിന്റെ എമൗണ്ട് എന്തെങ്കിലും ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം മോർ ഇൻഫർമേഷൻ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. റീഫണ്ട് ആൻഡ് പേയ്മെന്റ് പോളിസി എന്നാണ് അതിന്റെ പേര്. ഇതുവഴി നിങ്ങൾക്ക് മാക്സിമം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവരുടെ സൈറ്റിൽ നിന്ന് ചെയ്തു തരും. ഓക്കെ, മാക്സിമം വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക. ഫോർ വർക്കേഴ്സിനുണ്ട്, ഫോർ കസ്റ്റമർ ഉണ്ട്, ഫോർ ഡെവലപ്പേഴ്സിനുണ്ട്. നമ്മൾ ഈ ഫോർ കസ്റ്റമേഴ്സ് ഫോർ ഡെവലപ്പേഴ്സ് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വർക്കറാണ്, നമ്മൾ വർക്ക് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും വർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഒരു വർക്ക് ക്യാപ്ചയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇവിടെ ഫയൽ ബ്രൗസ് കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൽ ഏതൊക്കെ ടൈപ്പിലുള്ള ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നത് ജിഫ് ഉണ്ട്, BMP ഉണ്ട്, JPEG ഉണ്ട്, PNG ഉണ്ട്, APPS ഉണ്ട്, ഡോക്ക് ഉണ്ട്, DocX ഉണ്ട്, RTF ഉണ്ട്, XLS, ഇങ്ങനെയുള്ള മച്ച് മോർ ഒരുപാട് ടൈപ്പ് ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്താൽ മതി. ഒരിക്കലും അറ്റാച്ച് ചെയ്യണമെന്നല്ല, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അടുത്തൊരെണ്ണം ഓപ്പൺ ചെയ്യാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് റേറ്റ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഇതേപോലെ ഉണ്ട്. വർക്കേഴ്സ് 491 പേര് ഇപ്പൊ കറന്റ് ഇപ്പൊ വർക്കിങ്ങിലാണ്. ബാൻ ചെയ്തിട്ടുള്ള കസ്റ്റമർ ആരുമില്ല. ബാൻ മീൻസ് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം എന്ന് വെച്ചാൽ IP അഡ്രസ് ബ്ലോക്ക് ചെയ്ത ബാനറാണ്. 1000 ക്ലിക്കിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1000 ക്യാപ്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് $1. അതായത് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രെയിനിങ് പോലെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടത്. അതായത് ഈ ട്രെയിനിങ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചർ സോൾവിങ്ങിന്റെ വേറെ വീഡിയോസ് ഇതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഏതൊരു വ്യക്തിക്ക്, അതായത് 0.05 നിങ്ങൾക്ക് ക്യാഷ് ഇതിൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും, പെർഫെക്റ്റ് മണി ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് മണിയിൽ ആദ്യം എല്ലാവരും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പെർഫെക്റ്റ് മണി വഴി നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാക്സിമം ചെറുതായിട്ടൊരു 10-50 ക്യാപ്ചർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 0.50 നിങ്ങൾ എത്തുക. 50 കഴിയും. 0.5 ആയി കഴിയാൽ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പെർഫെക്റ്റ് മണി വഴി 2 ക്യാപ്ചർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 7 വർക്കിംഗ് ഡേയ്സിനകത്തായിരിക്കും നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത്. അതിൻ്റെ അകത്ത് സൺഡേ കൂട്ടത്തില്ല. മാക്സിമം 7 വർക്കിംഗ് ഡേയ്സ് ആണ്. പിന്നെ അതിൽ നിങ്ങൾക്ക് ഈ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും അവർ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പറയാറുണ്ട് ഈ 7 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള, ചിലർക്ക് 14 വർക്കിംഗ് ഡേയ്സിനകത്തായിരിക്കും ക്യാഷ് കിട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ മെയിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഏത് മെയിൽ അഡ്രസ് ആണോ കൊടുത്തത് ആ മെയിൽ അഡ്രസ്സ് മാക്സിമം ഒന്ന് നോക്കുക. നിങ്ങൾ ഈ ഓൺലൈൻ വർക്ക് ചെയ്യുന്നതിന് എല്ലാ സൈറ്റിനും കൂടെ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ്, അതായത് ഒരു പുതിയൊരു മെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ പേഴ്സണൽ മെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യാതെ പുതിയൊരു മെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ വർക്ക് ചെയ്യാനായിട്ടുള്ള സൈറ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ മെയിൽ, അതായത് വർക്കിനെ സംബന്ധിച്ചിടത്തോളം മെയിൽ മാത്രമേ ഇതിൽ വരത്തുള്ളൂ. മറ്റേ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിൽ വരത്തില്ല. പുതിയൊരു മെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ വർക്കിന്റെ മെയിൽ മാത്രം നിങ്ങൾക്ക് വരത്തുള്ളൂ. പേഴ്സണൽ ആയിട്ടുള്ള ഈ അതായത് ഫേസ്ബുക്ക് പോലെയുള്ള സൈറ്റുകളുടെ മെയിലൊന്നും നിങ്ങൾക്ക് വരത്തില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പുതിയൊരു വർക്ക് ചെയ്യാനായിട്ട്. പാൻ കാർഡ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം. ഇതിൻ്റെ അകത്ത് ഓരോ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കീ കൊടുത്തിട്ടുണ്ട്, അക്യുറസി ഫീച്ചർ, IP അഡ്രസ്, അപ്ലോഡ് ക്യാപ്ച, റിയൽ ടൈം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അപ്ലോഡ് ക്യാപ്ചേഴ്സ് ഉണ്ട്, ചാർട്ട്, യുവർ ക്യാപ്ച, ഫൈനാൻസ്, മൈ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്.
ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ടെലിഫോൺ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്യുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനിഷ്യൽ കൊടുക്കുക, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്താൽ മാത്രം മതിയാവും. ഞാനിത് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വർക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഡെവലപ്പറാണ്, വർക്കറാണ്, കസ്റ്റമറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബ്ലോഗ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ബ്ലോഗ് ഓപ്പൺ ചെയ്യാം. ഇതിലും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കോൺഫിഗറേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട്. ഫണ്ട് പക്ഷെ നമ്മൾ ആഡ് ചെയ്യണം നിർബന്ധമില്ല. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതൊന്നും ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഓവറോൾ ഞാൻ പറയുന്നതാണ്. ഓക്കെ, വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. അതൊന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. മൈ സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഫോർ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഒരു വർക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം 24 hours എനിക്ക് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ടോട്ടൽ നമ്പർ ഓഫ് ക്യാപ്ച എന്ന് എഴുതിയിട്ടുണ്ട്, 0 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് 0 ആണ്. ഞാൻ ക്യാപ്ച ഒന്നും ചെയ്തിട്ടില്ല. ക്യാപ്ചയുടെ ഒരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ എന്ത് ക്യാപ്ചയാണോ വരുന്നത് റീടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും ഈ ഒരു സൈറ്റ് വഴി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ എമൗണ്ട് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ ഈസിയാണ് ഈ ഒരു വർക്ക് എന്ന് നിങ്ങൾ കരുതുക. വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ലോഗ് ഔട്ട് ഉണ്ട്, ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും എടുത്ത് പറയുന്ന കാര്യമാണ്. ഏതൊരു ഓൺലൈൻ ജോബ് ചെയ്യുന്നെങ്കിലും നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. വർക്ക് ചെയ്യാൻ കയറുമ്പോൾ ലോഗിൻ ചെയ്ത് തന്നെ കയറണം. ലേഔട്ട് പെയറാണ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ്. പെയർ വഴിയാണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്തിട്ട് പെയർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പെയർ ഒന്ന് സെർച്ച് ചെയ്താൽ പെയർ വാലറ്റ് വരും. ജസ്റ്റ് ഒന്ന് ഞാൻ പെയർ വാലറ്റ് എടുക്കുകയാണ്. ഇതാണ് യുവർ പേഴ്സണൽ പെയർ വാലറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. പെയർ വാലറ്റിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് കാർഡാണ് എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. വേൾഡ് വൈഡ് ആണ്, ഇന്റർനാഷണൽ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്റർനാഷണൽ ആണ്. ഓരോരുത്തരും ക്യാഷ് ഔട്ട് ചെയ്തിട്ടുള്ളതും ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് കൊടുത്താൽ മതി, അറിയാൻ പറ്റും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം, ബിസിനസ് കൊടുക്കരുത്. മെയിൻ എടുത്തിട്ട് ലോഗിൻ ചെയ്യേണ്ട. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെയറിൽ ആൾമോസ്റ്റ് റെഡി, ഓക്കെയാണ്. നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കണം. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. സെക്യൂരിറ്റി ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. 96-105. സൈനപ്പ് കൊടുത്തു. കൺഫർമേഷൻ കോഡ് ഇമെയിലിലേക്ക് പോയിട്ടുണ്ട്. കൺഫർമേഷൻ കോഡ് ഇതിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൺഫർമേഷൻ കോഡ് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. വന്നിട്ടുണ്ട്. പേര് കൺഗ്രാജുലേഷൻസ് വന്നിട്ടുണ്ട്. കോഡ് നമ്പറിന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇതേപോലെ കോഡ് നമ്പർ മാക്സിമം പെട്ടെന്ന് തന്നെ അതിനൊന്ന് കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കോപ്പി ചെയ്തു. രജിസ്ട്രേഷൻ്റെ അവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യണം.
പേസ്റ്റ് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. ചേഞ്ച് നമുക്ക് മെയിൽ ചേഞ്ച് ചെയ്യണമെന്ന് ചെയ്യാം. ഓക്കെ, ഒരു 89 അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറ്റും. അക്കൗണ്ട് നെയിം 1 കൊടുക്കണം. ഓക്കെ, ഞാൻ അവിടെ നെക്സ്റ്റ് കൊടുത്തോളാം. ഇതാണ് എൻ്റെ പേര് അക്കൗണ്ട് എന്ന് പറയുന്നത്. ലോഗിൻ ഐ ഡി ആണ്, പാസ്വേഡാണ്. ഡൺ ചെയ്തു. ഓക്കെ, ഇവിടെ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര മണിക്കാണ് എങ്ങനെയൊക്കെയാണ്, ഇതാ ഡിസംബർ 18 സമയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്യാഷ് ഔട്ട് ചെയ്യാനും ഇതേ മെത്തേഡ് ചെയ്താൽ മതി. എൻ്റെ വാലറ്റിൽ ഇവിടെ 0 ആണ്, എമൗണ്ട് 0 ആണ്. വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ഉണ്ട്, റഷ്യൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ വന്നെടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ എന്തോ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് 24 hours വരത്തുള്ളൂ. IP അഡ്രസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. SMS സെക്യൂരിറ്റി ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. അക്കൗണ്ട് നമ്പർ ഓക്കെ. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പല കാര്യങ്ങളും BTCയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നില്ല. അത് മൈ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ മൈ റെഫറൻസ് നമുക്ക് എടുത്ത് നോക്കാം. ഇതാണ് എൻ്റെ റെഫറൽ കോഡ് എന്ന് പറയുന്നത്. ഇതിനെ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഡാർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡാർക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ചെയ്തത്. പ്രൊഫൈൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ടൈപ്പ് അക്കൗണ്ട് പേഴ്സണലാണ്. ഞാൻ എൻ്റെ ഇപ്പം നെയിം കൊടുക്കുകയാണ്. മനുവെന്ന് കൊടുത്തു. ലാസ്റ്റ് നെയിം മനുവെന്ന് തന്നെ കൊടുത്തു. യുവർ പാസ്പോർട്ട് ഓർ ID കാർഡ് പാസ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ID കാർഡ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. പേഴ്സണൽ ഡീറ്റെയിൽസ്, എൻ്റെ മെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ എനിക്ക് ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല. ടെലഗ്രാം ID ഉണ്ടെങ്കിൽ ടെലഗ്രാം ID കൊടുക്കാം. കൺട്രി കോഡാണ്. മെയിൽ ചെയ്യാം. ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മൈ കാർഡ് അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മൈ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഒരു രീതിയിൽ ഞാൻ പൈസ ഏൺ ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് മണിയിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് പേരിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡെബിറ്റ് ആണ്. ഇത് ക്രെഡിറ്റ് ചെയ്യാനും ഇത് ഡെബിറ്റ് ചെയ്യാനുമാണ്. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ബിറ്റ് കോയിൻ ഉണ്ട്, പേപ്പാൽ ഉണ്ട്. അതായത് പേപ്പാൽ ID ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പേപ്പാല്. അതേപോലെ തന്നെയാണ് പേപ്പാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രെഡിറ്റും ഡെബിറ്റും ഉണ്ട്. അത് രണ്ടും സെലക്ട് ചെയ്യാം. പേഴ്സണലൈസേഷൻ ഉണ്ട്. പേഴ്സണലൈസേഷനിലാണ് യുവർ പാസ്പോർട്ട് ID നമ്മൾ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. രണ്ടിടത്തും ബ്രൗസ് ചെയ്യുക. പ്രൂഫ് ഓഫ് അഡ്രസ് അതും ബ്രൗസ് ചെയ്യുക. അത് ആധാറിൻ്റെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി.
പിന്നെ സെക്യൂരിറ്റി, ചേഞ്ച് പാസ്വേഡ്. ഇപ്പോൾ ഉള്ള പാസ്വേഡ് കൊടുക്കണം, പുതിയൊരു പാസ്വേഡ് കൊടുക്കുക, റിപ്പീറ്റ് പാസ്വേഡ് കൊടുക്കുക, മോഡിഫൈ കൊടുത്താൽ മതി, അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകും. നിക് നെയിം ആണ് 123. ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പെർഫെക്റ്റ്, അതായത് ഓക്കെ, ഈ ഒരു വീഡിയോ കൂടെ തന്നെ പേരിൻ്റെ അക്കൗണ്ട് കൂടെ ഞാൻ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പേരിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദിസ് മെസ്സേജ് വിൽ ബി ഡിലീറ്റഡ് ഓട്ടോമാറ്റിക്കലി 24 hours, 23 hours ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. there is now 0 എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡീറ്റെയിൽസ് ആണ്. പ്രൊഫൈൽ എടുക്കാനായിട്ട് പ്രൊഫൈലെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, ലോഗൗട്ടിൻ്റെ ഓപ്ഷനാണ്. ലോഗൗട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ലോഗൗട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓരോ സൈറ്റിൻ്റെയും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം, പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എല്ലാം നമുക്ക് നോക്കാനായിട്ട് പറ്റും. പിന്നെ പെർഫെക്റ്റ് മണി, മൈ റെഫറൽസ്, മൈ പേ ഔട്ട്. മൈ പേ ഔട്ടിൽ ഒന്നും കാണത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ടില്ല. മൈ പേ ഔട്ടാണ് 000. ഞാൻ ഇപ്പോൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. പേരിലാണ് ഞാൻ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. എൻ്റെ ഇവിടെ പേരിലുള്ള എൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ഇവിടെ അടിച്ചിട്ട് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പേർ ജസ്റ്റ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞുതരാം. ഓവറോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഷോ ഹിഡൻ വാലറ്റ്, എൻ്റെ വാലറ്റിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ട് കിടക്കുന്നത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത്, ഹിഡൻ വാലറ്റ്. ഇവിടെ നോട്ടിഫിക്കേഷനിൽ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഓപ്പൺ ആവുമെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മെയിൽ അഡ്രസ്സിൻ്റെ അവിടെ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. കഴിവതും നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഒരു പ്രശ്നമായിട്ട് മാറരുത്. അതായത് 2 ക്യാപ്ചയിൽ കൊടുത്ത അതേ യൂസർ ഐ ഡിയും പാസ്വേഡും തന്നെയാണ്, അതേ പേരും തന്നെ ആയിരിക്കണം പേരിൽ കൊടുക്കുന്നത്. എൻ്റെ പേരും എൻ്റെ അക്കൗണ്ടും സെയിം ആണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് സെയിം ആണ്, മനു തന്നെയാണ്. പാസ്വേഡ് എന്തെങ്കിലും കൺഫർമേഷൻ, ഇവിടെ കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ട്. എനിക്ക് കൺഫർമേഷൻ മെയിൽ വേറെ എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ നോക്കാം. പേർ അക്കൗണ്ട് തുടങ്ങി എൻ്റെ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പേരിൽ ലോഗിൻ പാസ്വേഡ് റിക്കവറി ഞാൻ കൊടുത്തുകൊണ്ടാണ് പാസ്വേഡ് റിക്കവറി വന്നത്.
ഇങ്ങനെ ആയിരിക്കും മെയിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഹലോ, യുവർ പെയർ ഈ വാലറ്റ് വാസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ്, നൗ യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കമ്മീഷൻ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. സെൻഡ് ആൻഡ് റിസീവ് മണി ഫ്രം സീറോ അറൗണ്ട് ദ വേ would by using payer transfer, instantly exchange different payment system and banks accept payment our website through the payer account. More than 150 methods ഉണ്ട്. Mass payment through the payment system, make money with us, affiliate programs, login, password recovery. ഇതുപോലെ തന്നെയാണ് പെർഫെക്റ്റ് മണി കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മണിയിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ആൾറെഡി എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ എല്ലാ ഐഡിയും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ആഡ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അക്കൗണ്ട് നമ്പർ ആയിരുന്നാലും പാസ്വേഡ് ആയിരുന്നാലും ശരി, കൊടുക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. അതിനെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ചിലപ്പോൾ റിക്കവർ ഈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കവർ ആവണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, ബാങ്ക് അക്കൗണ്ട് ആഡ് ആവാതെ ആയി വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കൊടുക്കുന്ന മെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ വർക്കുകൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു നോട്ട്ബുക്ക് കരുതുക. നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പേപ്പാൽ അല്ലെങ്കിൽ പെയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് മണി ഇതിലൊക്കെ യൂസർ ഐ ഡി പാസ്വേഡ് ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഇതേപോലെയുള്ള സൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ളതാണ്. പെർഫെക്റ്റ് മണി, പെയർ അല്ലെങ്കിൽ പേപ്പാൽ ഇതേപോലെയുള്ള സൈറ്റുകളെല്ലാം പെർഫെക്റ്റ് ആണ്, ജെന്യൂൻ ആണ്, കമ്മീഷൻ കുറവാണ്. ഇതേപോലെയുള്ള സൈറ്റുകൾ മാത്രം വഴി നോക്കുക ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്യാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പേരിൽ ഞാൻ ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തത് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ്. ഇതിൽ അക്കൗണ്ട് നമ്പർ, ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എൻ്റെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് മാത്രമാണ്. ഇമെയിൽ അഡ്രസ്സും ഒരു പാസ്വേഡും കൊടുത്തു. ഇവിടെ കൊടുത്തില്ല 14551 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു നെക്സ്റ്റ് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം മെയിലിലേക്ക് വന്നോളും. ഓക്കെ, ഞാനിതിപ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ആൾറെഡി ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് സൈറ്റ്. പെയർ എന്നാണ് സൈറ്റിന്റെ പേര്. pear.com എന്ന് പെയർ എന്ന് സെർച്ച് ചെയ്യുക. PAYER പെയർ എന്ന് കൊടുക്കുക. നമുക്കിവിടെ ലാംഗ്വേജ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് മാറ്റാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പെയർ ഈസ് എ ഇലക്ട്രോണിക് ഓൺലൈൻ വാലറ്റ് ആണ്. അതായത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കാണ് പെയർ എന്ന് പറയുന്നത്. പെയർ ആയിരുന്നാലും ശരി, പെർഫെക്റ്റ് മണി ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ പേപ്പാൽ ആയിരുന്നാലും ശരി, എല്ലാം സെയിം പ്രോസസ്സാണ്. ഓരോന്നിലും കമ്മീഷൻ ഉണ്ട്. പക്ഷെ പെയറിലോ പേപ്പാലിലോ കമ്മീഷൻ കുറവാണ്. അറൗണ്ട് 200 രാജ്യങ്ങളിൽ ഇപ്പോൾ പെയർ അവൈലബിൾ ആണ്. ഇവിടെ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബിസിനസ്സുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ബിസിനസ് ഉള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ സൈനപ്പിൻ്റെ ഒരു ഓപ്ഷൻ വരും, സൈനപ്പ് ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ബിസിനസ് ആണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് എവിടെ എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റ് എ ബിസിനസ് അക്കൗണ്ട് നൗ, പെയർ വേരിയന്റ് ഓഫ് സർവീസ്. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ എടുത്തതിന് ശേഷം സൈനപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ്
ക്ലോസ് ചെയ്യണം. റിക്വസ്റ്റ് പേ ഔട്ട് നമ്മൾക്ക് ടു ക്യാപ്ച എന്ന് പറയുന്ന സൈഡിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ളതാണ്. ഇത് ചെയ്താൽ മതി, എല്ലാവരും പേര് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഞാനിപ്പോ ടു ക്യാപ്ചയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. ക്യാപ്ച ഞാൻ 0 ആണ്. ക്യാപ്ച ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ഒരു ക്യാപ്ച മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതേപോലെ വരുന്ന ക്യാപ്ച എല്ലാം നിങ്ങൾ റീടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി. അൺലിമിറ്റഡ് വർക്കാണ്. മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര വേണം, ഒരു ദിവസം ഇത്ര ലിമിറ്റേഷനോ അങ്ങനെ ഒന്നുമില്ല. ടൈം ലിമിറ്റ്, ടാർഗറ്റ് ഒന്നുമില്ല. ചെയ്യുന്ന വർക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ കമ്പ്യൂട്ടർ വഴി ചെയ്യാം, മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈൽ വഴി ചെയ്യാം, ഇല്ലെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ ടാബ് വഴി നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഐഫോൺ ആയിരുന്നാലും പ്രശ്നമല്ല, ഏത് OS ആയിരുന്നാലും കുഴപ്പമില്ല. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് നല്ലപോലെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്യക്തിക്ക് വർക്ക് തുടങ്ങാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടു ക്യാപ്ച എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ്. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻഫർമേഷൻ എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാപ്ച സോൾവിങ് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. വർക്കർ സസ്പെൻഷൻ ഉണ്ട്. ടു ക്യാപ്ച ബോട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇറ്റ്സ് നോട്ട് എ ക്യാപ്ച ബട്ടൺ. ഏൺ മണി വിത്തിൻ ടു ക്യാപ്ച സോൾവിങ്. എങ്ങനെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടു ക്യാപ്ചയിൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇതാണിത്. ഏൺ മണി വിത്ത് ടു ക്യാപ്ച എന്നാണ് ഇത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ടു ക്യാപ്ചയുടെ ഫേസ്ബുക്ക് പേജാണിത്. ലൈക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫോർ വർക്കേഴ്സിന് മൊബൈൽ ഇന്റർഫേസ് അറ്റ് വർക്ക് ഫ്രം യുവർ സ്മാർട്ട് ഫോൺ. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വർക്ക് വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏതായിരുന്നാലും തന്നെ, അതായത് ഒരു അത്യാവശ്യം ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ ഒരു 1 GB പ്ലസ് മിനിമം 1 GB റാമുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് പുറമെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് ഈ വർക്ക് ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലോ നിങ്ങളുടെ പ്രൊഫൈല് കയറിയാൽ മതി. പ്രൊഫൈലിൽ കയറിയതിന് ശേഷം നമുക്ക് നോക്കാം. റിക്വസ്റ്റ് പേ ഔട്ട് ഉണ്ട്, പേയ്മെന്റ് ഹിസ്റ്ററി ഉണ്ട്, പേ ഔട്ട് ഹിസ്റ്ററി ഉണ്ട്. അതായത് റിക്വസ്റ്റ് പേ ഔട്ട് ഉണ്ട്, എങ്ങനെയാണ് പേ ഔട്ട് ചെയ്യേണ്ടതെന്നുണ്ട്. പേയ്മെന്റ് ഹിസ്റ്ററി, അതായത് എങ്ങനെയാണ് പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. നമ്മൾ പേ ഔട്ട് ചെയ്തതിന്റെ ഹിസ്റ്ററി, അതായത് എത്ര പ്രാവശ്യം നമ്മൾ പേ ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏതൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെയാണ് പേ ഔട്ട് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ചേഞ്ച് ഇമെയിൽ അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് പാസ്വേഡ് കൊടുക്കാം. നോട്ടിഫിക്കേഷൻ ആൻഡ് ന്യൂസ് ലെറ്റർ ഉണ്ട്. എൻ്റെ റെഫറൽ ലിങ്ക് ആണിത്. റെഫർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ റെഫർ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതുമില്ല. ഓക്കെ, നിങ്ങൾ മാക്സിമം നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് മാക്സിമം കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്യുന്നവർക്കാണ് ഈ റെഫർ ലിങ്ക് കൊണ്ട് ആവശ്യം. അഫിലിയേഷൻ പ്രോഗ്രാം ചെയ്യുന്നവർ മാത്രം ഫ്രണ്ട്സിനെ റെഫർ ചെയ്താൽ മതി, ഇല്ലേ റെഫർ ചെയ്യണ്ട. ഇവിടെ ക്ലയന്റ് കീ ഒക്കെ വന്നിട്ടുണ്ട്, അവൈലബിൾ ആണ്. പേ ഔട്ട് ഹിസ്റ്ററി, പേയ്മെന്റ് ഹിസ്റ്ററി, അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കറണ്ട് 1000 ഇമേജ് ക്യാപ്ചാസ്. 1000 ക്യാപ്ചയ്ക്ക് $1 ആണ്. $1 എന്ന് പറയുന്നത് 72 റുപ്പീസ് ആണ്. 1000 ക്യാപ്ച എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിതിൽ അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ റീടൈപ്പ് ചെയ്ത് കൊടുത്താൽ. അപ്പം മാക്സിമം എല്ലാവരും
ഈ പറഞ്ഞിട്ടുള്ള മോഡലിൽ വർക്ക് ചെയ്യുക. ഇവിടെയാണ് ലോഗ് ഔട്ട് വരുന്നത്. എല്ലാവരും വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല ക്യാഷ് ഒക്കെ ഏൺ ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫ്രണ്ട്സ്.